അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും കൃപാസനത്തിന് പരിശുദ്ധമ്മയുടെ നാമത്തിലെ സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം: അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവരുന്ന വിവാഹങ്ങൾ എങ്ങനെ നടത്തുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹ വിഷയങ്ങൾ സംസാരിക്കാൻ, ഇടനിലനിന്ന് സംസാരിക്കാൻ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തവരുണ്ട് ഈശോയെ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നവർ തന്നെ അവിടെ ഉള്ളിലിരിപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ ചതിക്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് ഈശോ. അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യരുടെ മേൽ കർത്താവെ, നീ അവരുടെ വിഷയങ്ങളെല്ലാം അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, രോഗബാധിതരുണ്ട് ഈശോയെ. ശാരീരികമായ ക്ലേശങ്ങളുണ്ട് ഈശോയെ. തങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട് ഈശോയെ. കർത്താവ്, ഓരോ തരത്തിലുള്ള ബാധ്യതകൾ പെരുകുമ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ചെറിയവർക്ക് ചെറിയ ദുഃഖങ്ങളും വലിയവർക്ക് വലിയ ബാധ്യതകളെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, ഓരോ മനുഷ്യരും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ് നിന്നിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നിന്നിലെ ഒരു വിശ്വാസം തോന്നണില്ല കർത്താവ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ, അവരുടെ തന്നെ പാപാവസ്ഥകൾ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണെങ്കിൽ കർത്താവ് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് അതിൽ വിശ്വസിക്കുന്ന
ആഗ്രഹിക്കുന്നവർക്ക് കർത്താവെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. യാത്രയിൽ കൂടെ പോരാൻ ആരില്ലാത്തതുകൊണ്ട് ഈശോയെ, ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ടെസ്റ്റിന്, ഒരു വിദൂര യാത്രയ്ക്ക് കൂടെ പോരാൻ ആരില്ലാത്ത കാരണം ആ ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് കർത്താവെ. ഇങ്ങനെ ഓരോരോ തരത്തിലും മനുഷ്യരും ഭൂമിയിൽ പല പല വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ കർത്താവെ ഒരു കാര്യം പോലും ആരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോയെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. നിക്കക്കളി ഇല്ലാത്തവർ, കടം മൂലം നിക്കക്കളി ഇല്ലാത്തവർ, ശാരീരിക രോഗങ്ങൾ സൗഖ്യപ്പെടാത്ത കാരണം നിക്കക്കളി ഇല്ലാത്തവർ, ഓരോ തരത്തിലുള്ള വിഷമതകളിൽ കർത്താവെ നിക്കക്കളി ഇല്ലാത്തവർ, ഓരോരുത്തരുടെ ഡേറ്റ് സർക്കാരിനോട്, കോടതിയോട്, അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളോട്, അതുപോലെ വ്യക്തികളോട് ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് പാലിക്കാൻ നിർവഹമില്ലാതെ ആ ഡേറ്റ് അടുത്തടുത്ത് വരുംതോറും സംഭ്രമം കയറി ഭാരപ്പെട്ട മനസ്സുമായി അറ്റാക്ക് പോലും വരുന്ന രീതിയിൽ ഉറക്കമില്ലാതെ കർത്താവെ നടക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർക്ക് ആർക്കും സഹായമില്ല ഈശോയെ. നീ മാത്രമൊക്കെ തുണയുള്ള കർത്താവെ. ഈ പ്രാർത്ഥന കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് കൃപാസന ആൾത്താരെ കർത്താവ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഞാൻ കരയിലും കടലും നടത്തിയിട്ടുള്ള ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ മക്കൾ, പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവർ, പ്രാർത്ഥനയ്ക്ക് കഴിവില്ലാത്തവർ, പ്രാർത്ഥനയ്ക്ക് കുറവുള്ളവർ എല്ലാവരും നീ സന്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. നീ സൗഖ്യപ്പെടട്ടെ. നീ വിടുതൽ പ്രാപിക്കട്ടെ. നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ആത്മവിശ്വാസം പ്രാപിക്കട്ടെ. നിൻ്റെ ജീവിതം ആത്മീയമായ ആഘോഷമായി മാറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഹോശേയ 11:7. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അതെടുത്തു മാറ്റുകയില്ല. ഇത് ഞാൻ കേട്ടപ്പോൾ ഇത് തിരിച്ചെന്നറിയാമോ? എൻ്റെ ഈ മനുഷ്യൻ്റെ നേച്ചറില്ലേ, സുഗതകുമാരി പണ്ട് പറഞ്ഞ പോലെയാണ്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവും മറക്കും. ഒരു കുഞ്ഞിൻ്റെ പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനഹൃദയം. അതിനകത്ത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തെ മറക്കാൻ ആരെങ്കിലും ചിരി കണ്ടാൽ മതി, അതിൻ്റെ പുറകെ പോയിക്കൊള്ളൂ, പെട്ടെന്ന് മറക്കും. മനുഷ്യൻ്റെ ഭയങ്കര ചഞ്ചല ഹൃദയനാണ്. അതുകൊണ്ട് പല നുഖങ്ങളും നമ്മളുടെ ദൃഢനിശ്ചയില്ലായ്മ കാരണം ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കണതാണ്. കാര്യം എന്തിനാ അപ്പോൾ ദൈവം, നിങ്ങൾ ഓർക്കുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെ നുഖം വെക്കണത് എന്ന് വെച്ചാൽ അതിനെന്താ പറഞ്ഞത്, ആരും അഹങ്കരിക്കാതിരിക്കാനും പിന്നെന്താണ് ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ദൈവം സ്വാർത്ഥനാണോ? അങ്ങനെയല്ല. ഒരു അമ്മ എന്തിനാണ് കുഞ്ഞിന് മൊബൈൽ കൊടുത്ത് വിടണത്? എന്തെങ്കിലും അത് കുഞ്ഞിനെ സിനിമ കാണാനാണ്? അല്ല. എന്തിനാണ്? എന്തെങ്കിലും ആപത്ത് വന്ന് അമ്മയെ വിളിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നന്മ വരാൻ പോകുന്നു, ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും. അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. എല്ലാ മനുഷ്യരും ഇങ്ങനെ, ഞാനൊരു 10-20 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പം ദൈവത്തെ മറക്കും. പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. പല ആൾക്കാരും തിരിച്ചു വരുന്നത് തട്ട് കിട്ടിയിട്ടാണ്. അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പവും അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മടക്കും, പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും. അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിനാണ് അവർ അറിയണത്, അത് തന്നാളെ മറന്നു പോകും. തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക്. അപ്പം നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്കിത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാൽ ഉടനെ ഷെയർ ചെയ്യത്തില്ലേ? ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകാഞ്ഞിട്ടില്ല, ആ ദിവസങ്ങൾ അവരോട് വഴക്കിട്ടിരിക്കും നമ്മൾ. ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയ് ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും. അത് ഭയങ്കരമായ ഒത്തിരി പേർക്കുണ്ടാകുന്ന നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്ക് എന്തോ നന്മ വരാൻ പോണെന്ന്. അല്ലാതെ എനിക്കിങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ല സംഭവിക്കണം. അതായത് എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരേണ്ട സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു മുഖം വെക്കും.
അതാ ഹോശേയ 11:7 വായിച്ചേ. എന്റെ ജനം എന്നെ വിട്ടകലാൻ എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. അപ്പോൾ ഓർക്കേണ്ടത് എന്റെ ജനം എന്ന് പറയുന്നുണ്ടേ, എല്ലാവരും ദൈവത്തിന്റെ ജനമാണെങ്കിലും ദൈവം ഓൺ ചെയ്യണം. ദൈവം ഓൺ ചെയ്താൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല, അല്ലേ? സങ്കീർത്തനം 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ അതിന്റെ വിഷയം മനസ്സിലായി. ഏത് നുകം വെച്ചാലും നമ്മളെ തള്ളിക്കളയത്തില്ല. കാര്യം എന്താണ്? എൻ്റെ നിർമ്മലൻ എന്നാണ് പറയണത്. അതുപോലെ തന്നെ അവിടുന്ന് എൻ്റെ മേൽ നുകം വെച്ചിരിക്കുന്നു. അപ്പം ചില ഭാരങ്ങളൊക്കെ വരുമ്പോഴേ അത് ഓർക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ്. അതൊരു സങ്കീർത്തനം ചിലാണ്ട് പറയുവേ, എനിക്ക് അമിതമായ പണം തരരുത്, എനിക്ക് അമിതമായ സന്തോഷം തരരുത്. നമുക്ക് സുഭാഷിതത്തിന്റെ 30-ാം അധ്യായം 8-ാമത്തെ വാക്യം പരിശോധിക്കാം. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. 9-ാം തിരുവചനം. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ മിതശീതോഷ്ണമായിട്ട് ലൈഫ് പോകത്തുള്ളത്. അതായത് ഒത്തിരി നമ്മള് സന്തോഷത്തിൻ്റെ കാലം മാത്രമാണ് ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകും. എപ്പോഴും സങ്കടം മാത്രമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോകും. സാധാരണ മനുഷ്യൻ്റെ ഒരു ഭാവമാറ്റങ്ങൾക്ക് 2 എക്സ്റ്റൻഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ നടത്താൻ വേണ്ടി പറയണത്. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ അതിൽ ചെറിയ റെഗുലേഷൻ വരും. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ. നല്ല ദിവസങ്ങൾ ചില സമയത്ത് ചില വിഷയങ്ങൾക്ക് ഒരു റെഗുലേഷൻ വരും. അതിൻ്റെ കാരണം ബൈബിൾ പൊതുവെ നൽകുന്നൊരു തോട്ടാണത്. എന്താ തോട്ടം വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ളു തന്നെന്ന് പറയണില്ല. അതാണ് സംഭവം. അത് വായിച്ചത് 2 കൊരിന്തോസ് 12:7. 2 കൊരിന്തോസ് 12:7. വെളിപാടുകളുടെ ആധിക്യം വരുമ്പോഴേ സന്തോഷത്തിന്റെ ആധിക്യം വരിക. ആത്മീയ സന്തോഷത്തിന്റെ ആധിക്യമാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതല്ല സംഭവം. ഓവറായിട്ട് അധികമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ. ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം ഏറ്റെടുത്ത ദൈവ പൈതന്റെ ഒരു ലക്ഷണമാണത്. അത് ഇപ്പം എനിക്ക് കിഡ്നിയുടെ രോഗമില്ലേ, അപ്പോൾ അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ 24 hours കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ദൈവം എന്നെ ഫ്രീ ആക്കി നിർത്തത്തില്ല. അപ്പോൾ നിങ്ങൾ ആൾക്കാർക്ക് വിവരമില്ലാത്തവന്മാർ ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി വിവരം ചെയ്തിട്ട് അങ്ങനെ പോയി ഇങ്ങനെ കുടിച്ചാണല്ലോ. അതല്ല സംഭവം. അതായത് സോഡിയം എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കത്തില്ല, അതിങ്ങനെ മണ്ണെണ്ണയിലിട്ട് വെക്കും. അല്ലേ, നമ്മളെ കെമിസ്ട്രിയുടെ പഠനശാലയൊക്കെ പണ്ട് എന്നെ പഠിപ്പിച്ച പപ്പിയാ സാറ് ഇത് സോഡിയം കാണിക്കുമായിരുന്നു. സോഡിയം എടുത്ത് പുറത്ത് കൊണ്ടിട്ട് സോഡിയം പുറത്ത് വരുമ്പോൾ സോഡിയം ഓടി കിടക്കും, പോഞ്ഞ് ഓടി കിടക്കും, അവിടെ മുഴുവൻ പുകയ്ക്ക് കളയും. അത് കാരണം എന്താ, ഇത് മുക്കിയിട്ടേക്കും. ഇതുപോലെയാണ് ദൈവം ചെയ്യണത്. നമ്മുടെ നല്ല സന്തോഷത്തെയും കൃപയെയും ദൈവം ചിലപ്പോൾ സങ്കടത്തിൽ മുക്കിയിട്ടേക്കും. അതെന്തുകൊണ്ടാണ്? വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ. ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു വചനമാണത്. അതായത് അവിടുന്ന് മരുഭൂമിയിലൂടെ 8:3 നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അതാണ് സംഭവം. വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള വചനം വല്ലയിടത്തും കിട്ടുമോ? അതായത് നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം, അല്ലെങ്കിൽ ഇപ്പം നീ ഒരു സിനിമാ നിർമ്മിതാവാണ്, അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ്, അപ്പോഴും വചനം അപ്പം നീ അമിതമായ സന്തോഷം ഉണ്ടാവും. കാര്യം നിന്നേക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇത് എനിക്ക് പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാ പറ്റും? അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, എന്താണ്,
ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, അതാണ് വിഷയം. മാത്രമല്ല ജീവിക്കണത്. ഇപ്പോൾ നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി, സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് അവാർഡ് കിട്ടി. അപ്പോൾ കർത്താവ് പറയും ഈ അവാർഡിൻ്റെ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എന്താണ്? തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരെയും മാറ്റത്തൊന്നുമില്ല, താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി വിളിച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖലയെ വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. താങ്ക് യു. എഴുന്നള്ളി വരുന്നു യേശുവേ, രോഗികളുടെ നാഥനായ ഈശോയെ, കാറ്റിനെ ശാന്തമാക്കിയവനെ, കടലിനെ ശാന്തനാക്കിയവനെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് യേശു ഇതാ എഴുന്നള്ളി വരുന്നു. യേശുവേ, രോഗികളുടെ നാഥനായ യേശുവേ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ രോഗപീഠങ്ങളെ എടുത്ത് മാറ്റണമേ. പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോട് ചേർന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ വലിയ സാക്ഷ്യങ്ങളെ പ്രാർത്ഥനാപൂർവം കേട്ട് ഈശോയ്ക്ക് നന്ദി പറയുകയായിരുന്നു. എല്ലാ സഹനങ്ങളും സാക്ഷ്യങ്ങളാകും. എല്ലാ സഹനങ്ങളും സാക്ഷ്യങ്ങളാകും. നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ഈ സാക്ഷ്യങ്ങളാകാനെടുക്കുന്ന സമയത്തെ ചുരുക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സഹനങ്ങളും സാക്ഷ്യങ്ങളാകും. വേറെ സാക്ഷ്യങ്ങളാകാം, രക്തസാക്ഷ്യങ്ങളാകാം. രക്തസാക്ഷികളെന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള റെഡ് മാർട്ടിടമല്ല, വൈറ്റ് മാർട്ടിടമുണ്ട്. ധവള രക്തസാക്ഷിത്വം എന്ന് പറയും. അതിന് രക്തസാക്ഷിത്വമാണ്. ചില ആൾക്കാർ ചില രോഗികൾക്ക് വേണ്ടി വർഷങ്ങളോളം അവരെ പരിചരിച്ച് നല്ല ഭക്ഷണം കഴിക്കാതെയും ചിലപ്പോൾ കുളിക്കാൻ പോലും സമയം കിട്ടാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയുള്ള കുറേ സാക്ഷ്യങ്ങൾ വൈറ്റ് മാർട്ടിടമെന്ന് പറയും, ധവള രക്തസാക്ഷിത്വം. അതും സാക്ഷ്യമാണ്. കർത്താവിനോടുള്ള സ്നേഹം. ഏത് സഹനത്തിൽ ഇരിക്കുന്നവരും കുടിക്കേണ്ട ഒരു ടോണിക്കുണ്ട്. എന്താണ്? ഏത് സഹനത്തിലിരിക്കുന്നവരും കുടിക്കേണ്ട, നിർബന്ധമായും സേവിക്കേണ്ട ഒരു ടോണിക്കുണ്ട്. എന്താണ്? കർത്താവിനോടുള്ള സ്നേഹം വർത്തമാനമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സമയം നമുക്ക് സഹനത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കുള്ള ദൂരം പരിധി നമുക്ക് കുറക്കാം. പക്ഷേ ഇതിന് ഇടയ്ക്ക് ഉപയോഗിക്കേണ്ട കുറേ സൊല്യൂഷൻസ് ഉണ്ട്. അതിലൊന്നാണ് കർത്താവിനോടുള്ള സ്നേഹം. അതായത് കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് പലതരത്തിൽ കൂട്ടാൻ പറ്റും.
ഒന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന രീതി പ്രാർത്ഥിക്കുമ്പോഴേ ഈശോ ഇപ്പോൾ തന്നെ തെസ്സലോണിയ ലേഖനമില്ലേ 3:12 നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ എന്ത് പറഞ്ഞേ? നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് ഇടയാക്കട്ടെ. അപ്പോഴേ സ്നേഹം ഉണ്ടാവുകയാണല്ലേ, പുതുതായിട്ട് ഉണ്ടാവുകയാണ്. സ്നേഹം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? കർത്താവ് ഇടയാക്കട്ടെ. സാധ്യതയുള്ളതാണ്. കർത്താവ് വിചാരിച്ചാൽ സ്നേഹമുണ്ടാകാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരു ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു ഭാഗമാണ്, ഡിഗ്രി കുറഞ്ഞ ഭാഗമാണ് പ്രാർത്ഥനയിലൂടെ സ്നേഹത്തെ ലവ് ലെവല് എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അതെല്ലാം നമുക്ക് നഷ്ടം വരുന്ന പ്രവർത്തനങ്ങൾ, ലാഭം വരുന്നതിനേക്കാളുപരി ലാഭവും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നന്ദിയോടെ ചെയ്യാൻ പൗലോസ് പറയത്തില്ലേ? അപ്പം ലാഭം വരുന്ന കാര്യങ്ങളും ചെയ്യണം. പക്ഷെ നമുക്ക് പ്യുവറായിട്ട് ലോസാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലേക്ക് ബോധപൂർവം പറഞ്ഞുകൊണ്ട് ചെയ്യണം. ഈശോ, ഈ ആളെ ഞാൻ സഹിക്കുന്നത് അങ്ങയുടെ നാമത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ മഹത്വം കൂടും. ഈശോയുടെ നാമത്തിൽ ആണെന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈശോയുടെ മഹത്വം വർദ്ധിക്കും. ഈ മഹത്വം വർദ്ധിച്ചാൽ ദൈവിക പുണ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പറഞ്ഞ മനസ്സിലായ? എപ്പോഴും നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞാണ് കരുക്കൾ നീക്കേണ്ടത്. അല്ലാതെ ഞാൻ കത്തോലിക്കനായി ജനിച്ച് ഇങ്ങനെ കുറേ വചനം കേട്ട് ജീവിക്കുകയില്ല. ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലർ വാരി വലിച്ച് കഴിക്കത്തില്ലല്ലോ, കലോറി നോക്കിയേ കഴിക്കത്തുള്ളൂ. അതിൽ നിന്ന് എന്നാ കിട്ടും? പ്രോട്ടീൻ എത്ര കലോറി കിട്ടും? ഒരു മുട്ടയിൽ എത്ര ഉണ്ട്? 55 കലോറി. അതപ്പോൾ ആ കണക്ക് കൂട്ടി ഇപ്പം എൻ്റെ ബോഡിക്ക് ആവശ്യമായ കലോറിയായി, ഇറ്റ്സ് ഓവർ, ഈറ്റിംഗ് ഓവറായി. ആ കലോറി അറിയാൻ പാടില്ലെങ്കിൽ കലോറി കിട്ടാത്തതിൽ നിന്നൊക്കെ വലിച്ചു വാരി തിന്ന് വയറൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ എമ്പക്കം വിട്ട് നടക്കും ഒരു പ്രത്യേക ജീവിയായിട്ട്. ആധ്യാത്മികതയിലും കലോറി അറിഞ്ഞ് ഭക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവിക പുണ്യങ്ങൾ വർദ്ധിക്കും. ദൈവിക പുണ്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കൃപാസനത്തിൽ വരുമ്പോൾ സമർപ്പണവും ദൈവിക പുണ്യമായിട്ടാണ്. പഠിപ്പിക്കണില്ല, നമുക്ക് പഠിപ്പിക്കാൻ അധികാരമില്ല, സഭയാണ് പഠിപ്പിക്കേണ്ടത്. പരിഗണിക്കണത് കൃപാസന സമർപ്പണത്തെ പരിഗണിക്കുന്നത് ദൈവിക പുണ്യമായിട്ടാണ്. കാര്യം സമർപ്പണ ലാസ്റ്റ് ഭാഗമായത് കാരണം ഇതിൽ നിന്നുള്ള ഇൻകം വല്ലാത്ത ഇൻകമാണ്, വരുമാനം. കാര്യം ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ അതൊരു ഫുൾ ആൻഡ് ഫുൾ നമ്മളില്ല, അതിൻ്റെ അകത്ത് നമ്മൾക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇത് മരിയൻ ധ്യാന കേന്ദ്രമായതുകൊണ്ട് ചില കാര്യങ്ങൾ സമർപ്പണത്തിനാണ് ആൾക്കാരെ പരിശീലിപ്പിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ അമ്മയ്ക്ക് പിന്നീട് ഒന്നും റോളില്ല. അപ്പന് ഇഷ്ടമുള്ള പോലെ അമ്മയുടെ ജീവിതത്തിൽ ഇടപെടാം. അതാണ് സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കലോറി നമുക്ക് അളന്നു തൂക്കാൻ പറ്റത്തില്ല. നിത്യതയിലാണ് ഈ ഉടലോടെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സമർപ്പണമാണ്. അമ്മയെ ദൈവം എങ്ങനെ എടുത്തുകൊണ്ട് പോയത്? ഉടലോടെ എടുത്താണ് അല്ലേ? അങ്ങനെ എടുക്കാനുള്ള കാരണങ്ങൾ ഒന്ന് സമർപ്പണമാണ്. അറ്റ് എനി കോസ്റ്റ് എല്ലാ സമയത്തും അമ്മ വിശ്വാസം, പ്രത്യാശ. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം അതൊരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കൂടുതലിടണം. അത് വിശ്വാസത്തിലാണ്. ജോലി, വീട്, വിവാഹം, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുണ്ടായാൽ ഉണ്ടാവുന്ന കാലം പരിമിതമാണ്. പിടിയാണ്. അതില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഉണ്ടായാൽ നമ്മുടെ കൂടെ അത് ഉണ്ടാവുന്ന കാലം പരിമിതമാണ്. കുഞ്ഞുങ്ങളായാലും ജീവിത പങ്കാളിയായാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കാലം പരിമിതമാണ്. വീടാണെങ്കിലും
നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കാലം പരിമിതമാണ്. ചിലപ്പോൾ വിറ്റുപോകും, ചിലപ്പോൾ ജപ്തിയാകും, ചിലപ്പോൾ വീട് മാറി താമസിക്കും. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കാലങ്ങൾ പരിമിതമാകുന്നത് വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. പ്രത്യാശയ്ക്ക് അത്രയും പ്രതിസന്ധികളില്ല. പ്രത്യാശ എന്ന് പറയുമ്പോൾ പകുതി നിത്യജീവന് കിട്ടിയിട്ട് പകുതിയാണ് നമുക്ക് ലൗകിക ജീവിതത്തിന് കിട്ടുന്നത്. പ്രത്യാശയിലെ പല കാര്യങ്ങളും സമയം താമസിക്കുന്നത് കാരണം, ഇപ്പം നിങ്ങളുടെ കല്യാണം, ഇപ്പോൾ ഈ ഒരു സാക്ഷി ഇവിടെ കിട്ടി. എന്താ കിട്ടിയത്? 4 വർഷം മക്കളില്ലായിരുന്നു, ഉടമ്പടി ചെയ്തപ്പോൾ ആ ആഴ്ച ഗർഭിണിയായി. അത് സമയം ചുരുങ്ങിയല്ല, അമ്മ വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് 2 വർഷത്തേക്കാക്കി അത് മാറ്റി. എന്താ കാര്യം? 2 കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ? അപ്പോൾ ഒരു കുഞ്ഞിന് ജനിക്കുന്നതിനുള്ള ടൈം 2 വർഷം. അപ്പോൾ 4 വർഷം പോയില്ല അവർക്ക്, 2 വർഷമായിട്ട് ചുരുക്കിയത്. കുറേ ചുരുക്കമുണ്ട്, അതിൻ്റെ ആശുപത്രി ചിലവും ചുരുക്കി കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതും ചുരുക്കിയിരുന്നു. ഒറ്റടി അടിക്കുമ്പോൾ പിന്നെ ഒരു നേഴ്സ് മതി, ഒരു ആശുപത്രി ഒരു ചിലവൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് മെച്ചമുണ്ടായി. ജ്ഞാനസ്ഥാനത്തിൻ്റെ ചിലവിൻ്റെ ലാഭവും കിട്ടിയിട്ടുണ്ട്, കുറേ ലാഭം കിട്ടി. ഇപ്പം നിങ്ങൾ ദൈവത്തിന് ആദ്യമേ കയറി ഒന്നും പറയാണ്ടിരിക്കണം എപ്പോഴും മര്യാദ. ദൈവത്തിന് എങ്ങനെയും നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പ്രേയറുടെ ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് താമസിക്കുകയാണെങ്കിൽ പ്രത്യാശയാണ് അവിടെ വർക്ക് ചെയ്യണത്. പ്രത്യാശക്കുള്ള ഗുണം, ഇപ്പോൾ 24 വയസ്സുള്ള ആളിനെ കല്യാണത്തിന് പ്രാർത്ഥിച്ച്, എന്നിട്ട് അയാൾ കല്യാണം 29 വയസ്സിലാണ് കല്യാണം കെട്ടണമെന്ന് വിചാരിച്ചോ. അപ്പം 5 കൊല്ലം പ്രത്യാശയുടെ കൊല്ലമാണ്. 5 കൊല്ലം വേണേൽ കല്യാണം കെട്ടിയിട്ടില്ല, ഇല്ലേ? 5 കൊല്ലം പോയി, അടുത്ത ജീവിതത്തിന് പോയതാണത്. 5 കൊല്ലം തിരിച്ചു വരുമോ? ഇല്ല. ഈ 5 കൊല്ലം നമ്മൾ ദൈവത്തെ പ്രത്യാശിച്ച് ജീവിച്ച അനുഗ്രഹത്തിൻ്റെ സമയദൈർഘ്യമാണ്. ഇവിടെ 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ വിവാഹം നടന്നുവോ എന്ന് ഇവിടെ 44 കൊല്ലം വരെ ഉള്ളവരിപ്പോൾ കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഏതെങ്കിലും വിഷയം താമസിക്കുകയാണെങ്കിൽ ആ താമസിക്കുന്ന അത്രയും സമയം പ്രത്യാശയുടെ കാലമാണെന്നറിയണം. പ്രത്യാശയുടെ കാലമാണെന്ന് അറിയുമ്പോഴേ ഈ പ്രത്യാശ നടക്കും, പക്ഷേ താമസിക്കുന്ന ആ സമയം 2 കൊല്ലമോ 3 കൊല്ലമോ 4 കൊല്ലമോ ആ സമയം നീ ദൈവസ്നേഹത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ സമയം നിൻ്റെ നിത്യതയ്ക്ക് ഓഹരിയായിട്ടാണ് വരണത്. പ്രത്യാശ നിത്യതയും തമ്മിൽ, പ്രത്യാശ ഭൗതിക ജീവിതവും 50%, നിത്യജീവിതത്തിന് 50%ആയിട്ടാണ് കണ്ടുവരുന്നത്. പ്രത്യാശയിൽ അത് കാര്യം സംഭവം നടക്കും, ഇത്തിരി ലാഗ് ചെയ്യും. പക്ഷെ ലാഗ് ചെയ്യണ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാവും. ഞാൻ എന്നും പറയുന്ന ഉദാഹരണം, ഞാൻ 92 സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. എനിക്ക് സ്ഥലം കിട്ടിയപ്പോഴാണ് 5 കൊല്ലം കഴിഞ്ഞാണ്. ഞാൻ വിചാരിച്ച സ്ഥലം കിട്ടിയുമില്ല. 5 കൊല്ലം പ്രാർത്ഥിച്ചു. 5ാമത്തെ കൊല്ലമാണ് ഈ സ്ഥലം കിട്ടണത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച സ്ഥലം, അപേക്ഷ വെച്ച സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവിടെ കൃപാസനം നടക്കത്തില്ല. കാര്യം അവിടെ പാലം പൊളിച്ച് പണിത് ഇപ്പോൾ സ്ഥലത്തിന് മുകളിൽ കൂടി പാലമാണ് പോണത്. എനിക്കറിയത്തില്ലായിരുന്നു 10 കൊല്ലം കഴിയുമ്പോൾ പാലം പൊളിക്കുമോ. അന്ന് ഞാൻ സ്ഥലം ആഗ്രഹിക്കുമ്പോൾ പാലം ഉണ്ട്, പക്ഷേ തിരച്ചിലും സാധാരണ നിലത്തുകൂടി പോണ പാലമാണ്, വണ്ടിയിൽ നേരെ കയറി പോകാം. ഇപ്പോൾ വണ്ടി കയറാൻ പറ്റത്തില്ല, ഏണി വെച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ സ്ഥലത്തേക്ക്. അപ്പോഴും നമുക്ക് തന്നെ നാളെ തലവേദന ഉണ്ടാക്കുന്ന വിഷയമായിരിക്കും നമ്മൾ ചില ഉടമ്പടി ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ലാഗ് ചെയ്യണത്. അപ്പോൾ ദൈവം 5 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് സ്ഥലം തന്നപ്പോൾ ഞാൻ ചോദിക്കണതിനേക്കാൾ കൂടെ തന്നു. ദിവ്യകുർബാന അടക്കം ചെയ്തിരിക്കുന്ന ദേവാലയം ഉൾപ്പെടെയാണ് എനിക്ക് തന്നത്. കർത്താവിൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു. ഞാൻ പൊട്ട സ്ഥലമാണ് ചോദിച്ചത്. കർത്താവ് ദേശീയപാതയിലും ദിവ്യകുർബാനയുള്ള സ്ഥലം തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ 1 കൊല്ലം പ്രാർത്ഥിച്ചാവുന്ന അത് കിട്ടത്തില്ല, 5 കൊല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5 കൊല്ലം പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ മാത്രമല്ല, ഇവിടെ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനക്കാർ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കുറേ ഏതാണ്ട്
90 മുതലുള്ള പ്രാർത്ഥന ലക്ഷ്യം വെച്ചിട്ടുള്ള സ്ഥലമാണ്. അതാണ് ഈ അമ്മ മാതാ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയടിക്ക് നടന്ന സംഭവം അല്ല ഇത്. വർഷങ്ങളായിട്ട് ഈ സ്ഥലം കിട്ടിയിട്ട് പോലും 97 കിട്ടിയിട്ടും നമുക്കിവിടെ കല്ലിടാൻ പറ്റിയത് 2001 അപ്പോഴും ആ 3 കൊല്ലം മുഴുവൻ പ്രാർത്ഥിച്ചു. 3 കൊല്ലം മുഴുവൻ ഇവിടെ വന്നിരുന്ന് മഴയത്തൊക്കെ നമ്മുടെ പ്രേക്ഷിതർ പ്രാർത്ഥിച്ചിരുന്നു, ഗ്രൂപ്പായിട്ട് വന്ന്. ഇപ്പം നീ വീട് വെക്കുമ്പോൾ തന്നെയും ആ വീട് വെക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് ജപമാല ചെല്ലണം. ഒരു 3 കൊല്ലം ചെല്ലി നോക്ക്. നീ വീട് വെക്കാൻ പോണ സ്ഥലമില്ലേ, ആ സ്ഥലത്ത് തന്നെ നീ ഇത്തിരി താമസിച്ച് വെച്ചാൽ മതി. സമാധാനത്തെ അവിടെ നിന്ന് ഉറങ്ങാലോ നമുക്ക്. ആ ദൈവത്തിന് ആ സ്ഥലം എന്തുമാത്രം കാലം നീ വിശ്വസിച്ച് നീ നിൻ്റെ മക്കളും അവിടെ ആരാണ് താമസിക്കാൻ പോകുന്നത് അവരെല്ലാം കൂടി ചുറ്റുവളഞ്ഞിരുന്നുണ്ട് ജപമാല ചെയ്യണം. 3 സെൻറ്റ് സ്ഥലമാണെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ജപമാല ചെല്ലണം. അല്ലെങ്കിൽ ഒരു ദിവസം കുടുംബ പ്രാർത്ഥന അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇന്ന് നമുക്ക് പ്രാർത്ഥന നമ്മൾ വീട് വെക്കാൻ പോകുന്ന സ്ഥലത്ത് കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ വിഷയവും നീ ഫാക്ടറി പണിയാൻ സ്ഥലമായാലും എല്ലാ ഇടത്തും പോയിരുന്നുകൊണ്ട് പ്രെയർ ചെയ്യണം. അപ്പോൾ ദൈവത്തിന് നീ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുണ്ടെന്ന് കർത്താവിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും. കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ, പദ്ധതികൾ, കണക്ക് കൂട്ടലുകൾ ഒക്കെ അതിലംഘിക്കുന്ന അനുഗ്രഹമാണ്. പിന്നെ അനുഗ്രഹം വരുമ്പോൾ, അനുഗ്രഹം എന്നുള്ള വാക്കിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ട് പറയുകയാണ്, അനുഗ്രഹത്തിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതകൾ എന്താണെന്നറിയാമോ? എലി വെട്ടാൻ സാധ്യതയുണ്ട്. അത് വിശ്വാസി വിവേകത്തോടെ മനസ്സിലാക്കണം. അനുഗ്രഹത്തിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ളത്, എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മൽപ്പിടുത്തത്തിൻ്റെ സാധ്യതയുണ്ട്. എല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് അരക്കെട്ടിൽ നിന്ന് നിൻ്റെ തൊട അറ്റുപോകാനും സാധ്യതയുണ്ട്, നീ മുടന്താനും സാധ്യതയുണ്ട്. അപ്പം നീ പറയേണ്ട ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്. പിന്നെ എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.